വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ ഉദയംപേരൂർ സുനഹദോസിൻ്റെ കാലാവർത്തിയായ പ്രസക്തിക്ക് അടിവരയിടുന്നുവെന്ന് വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ. സുനഹദോസിൻ്റെ 425-ാം വാർഷികത്തോടനുബന്ധിച്ച് പാലാരിവട്ടം POCയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സുനഹദോസ് കാനോനകൾ മുന്നോട്ട് വയ്ക്കുന്ന നവോത്ഥാന ചിന്തകളും അത് മലയാള ഗദ്യസാഹിത്യത്തിന് നൽകിയ അതുല്യ സംഭാവനകളും വിശ്വാസ ജീവിതത്തിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സ്വാധീനവും ഇന്നും നിർണായകങ്ങളാണെന്നും ആർച്ച് ബിഷപ്പ് അഭിപ്രായപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ക്രൈസ്തവ ജീവിതക്രമത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മാനിഫെസ്റ്റോയാണ് ഉദയംപേരൂർ സുനഹദോസിൻ്റെ കാനോനകളെന്ന് അദ്ദേഹം പറഞ്ഞു. KRCBC ഹെറിറ്റേജ് കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കന്തല, സെക്രട്ടറി റവറൻ ഡോക്ടർ ആൻ്റണി പാട്ടപ്പറമ്പിൽ, ഷെവലിയർ ഡോക്ടർ പ്രിമൂസ് പെരിഞ്ചേരി എന്നിവർ പ്രസംഗിച്ചു. ഉദയംപേരൂർ കാനോനകൾ ആധുനിക മലയാള ഭാഷാന്തരണം എന്ന ഗ്രന്ഥം ജസ്റ്റിസ് മേരി ജോസഫിന് ആദ്യപ്രതി നൽകി ആർച്ച് ബിഷപ്പ് പ്രകാശനം ചെയ്തു. ഉദയംപേരൂർ നിത്യസഹായ മാതാ പള്ളിയിൽ നിന്ന് ഉദയംപേരൂർ സുനഹദോസ് പള്ളിയിലേക്കും തുടർന്ന് POCയിലേക്കും നടത്തിയ വിളംബര ഘോഷയാത്രയോടെയായിരുന്നു ആഘോഷങ്ങളുടെ തുടക്കം. ചരിത്ര വിചാര സദസ്സിൽ മുൻ വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി, കേരള നോളജ് ഇക്കണോമി മിഷൻ ഡയറക്ടർ ഡോക്ടർ PS ശ്രീകല, ഇന്ത്യൻ കാത്തലിക് പ്രസ് അസോസിയേഷൻ പ്രസിഡന്റ് ഇഗ്നേഷ്യസ് ഗോൺസാൽവസ് എന്നിവർ വിഷയാവതരണം നടത്തി. കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മോഡറേറ്ററായിരുന്നു.